അങ്കമാലി പറക്കുളത്ത് വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. പറക്കുളം സ്വദേശി ബിനീഷ്, ഭാര്യ അനുമോൾ, ഇവരുടെ 2 മക്കൾ എന്നിവരാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാകുന്നത്. വിശദാംശങ്ങളുമായി കീർത്തി ചേരുന്നുണ്ട്. കീർത്തി, എന്താണ് സംഭവിച്ചത്? ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്താണ് വ്യക്തമാകുന്നത്? ഇന്ന് പുലർച്ചെയാണ് അതിദാരുണമായ വാർത്ത പുറത്തുവന്നത്. അങ്കമാലി പറക്കുളത്ത് അങ്കമാലി കോടതിക്ക് സമീപത്തുള്ള വീട്ടിലാണ് തീപിടിച്ച ഒരു കുടുംബത്തിലെ 4 പേർ വെന്തു മരിച്ചത്. 4 മൃതദേഹവും കത്തിക്കരിഞ്ഞ നിലയിലാണ്. പറക്കുളം സ്വദേശി ബിനീഷിന്റെ വീടിനാണ് തീപിടിച്ചത്. ബിനീഷ്, ഭാര്യ അനുമോൾ, ഇവരുടെ 2 മക്കളും മരണപ്പെട്ടു. വെന്തു മരിക്കുകയായിരുന്നു. തൽക്ഷണം മരണപ്പെട്ടു. മക്കൾ ഒരാൾ 4ാം ക്ലാസ്സിലും ഇളയ കുട്ടി LKG-യിലുമാണ് പഠിക്കുന്നത്. ജോവാന ജോൾന എന്നാണ് മക്കളുടെ പേര്. ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പോലീസ് സംഭവ സ്ഥലത്തോട്ട് പോലീസും ഫയർഫോഴ്സും എത്തി ഈ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തിയിരുന്നു. എങ്കിലും തീ സമയത്ത് തന്നെ ഈ കുടുംബത്തിലുള്ള 4 പേരും മരിക്കുകയായിരുന്നു. ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. മുകളിലത്തെ നിലയിൽ ഇവർ കിടന്നിരുന്ന മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. AC ഉള്ള മുറിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ. പോലീസ് സംഭവ സ്ഥലത്തുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ അവിടെ നടന്നു വരികയാണ്. ഒപ്പം തന്നെ അങ്കമാലി MLA റോജി എം ജോൺ സംഭവ സ്ഥലത്തുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്നും പരിശോധിച്ച് വരികയാണ്. കുടുംബത്തിൽ ഈ ബിനീഷിന്റെ അമ്മയും ഉണ്ടായിരുന്നുവെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അമ്മ രക്ഷപ്പെട്ടു എന്നുള്ള നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും മൃതദേഹം ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇൻക്വസ്റ്റ് നടപടികൾ നടന്നു വരികയാണ്. അവിടെ എത്തിയ ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പ്രിയ, ഒരു കാര്യം കൂടെ, ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, അവിടെ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്ന് അറിയാം. എങ്കിൽ പോലും ഈ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അമ്മ ഉണ്ടായിരുന്നു എന്ന സംശയം പറയുന്നു ഈ വീടിനുള്ളിൽ. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. എങ്കിൽ പോലും അല്ലാത്ത വിവരങ്ങൾ പുറത്തു വരുന്ന ഈ 4 പേരുടെ മരണം തന്നെയാണോ വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്? അതെ പ്രിയ, ഈ 4 പേരുടെ മരണം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. ബിനീഷ്, ഒപ്പം തന്നെ ഭാര്യ അനുമോൾ, ഇവരുടെ 2 മക്കൾ ഈ ഒരു മുറിയിലാണ് ഇവർ കിടന്നിരുന്ന. മുകളിലത്തെ നിലയിലെ ഈ ഒരു മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. മറ്റ് മുറികളിലൊന്നും തന്നെ തീപിടുത്തം ഉണ്ടായി അങ്ങോട്ടേക്ക് പടർന്നതായി തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല. ഈ ഒരു മുറിയിൽ, അത് AC ഉള്ള മുറിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഇതിൽ ഇനി സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ ഈ തീപിടുത്തത്തിന് പിന്നിൽ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഈ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു എന്ന നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചു വരുന്നത്. ഇനി അതവിടെ ചെന്നാൽ മാത്രമേ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ 4 പേർ, ഈ അച്ഛനും അമ്മയും 2 മക്കളും ആ മുറിയിൽ കിടന്നിരുന്ന ഈ 4 പേർ വെന്തു മരിച്ചു എന്ന വിവരങ്ങളാണ് പ്രിയ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ശരി, അങ്കമാലി പറക്കുളത്താണ് ഏറെ വേദനിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ ആണ് വീടിന് തീപിടിച്ച് 4 പേർ മരിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ. എന്താണ് കാരണം എന്നതിനെക്കുറിച്ചും എന്താണ് സംഭവിച്ചത്, ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. വിവരങ്ങളാണ് കീർത്തി നൽകിയത്.